നമസ്കാരം. കൈവിട്ടു പോവുകയാണ് പശ്ചിമേഷ്യയിലെ യുദ്ധം. ഇറാനെതിരെയുള്ള യുദ്ധത്തിലേക്ക് ഇസ്രായേലിനൊപ്പം അമേരിക്കയും ചേർന്നതോടെ ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങളെത്തിയിട്ടുണ്ട്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ചാമ്പലാക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ നിലവിൽ അമേരിക്കയുടെ കൈവശമാണുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ കടന്നുവരവും ഇവിടെ നിർണായകമാണ്. ലോകത്തെ ഏറ്റവും പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ കൈവശമുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അമേരിക്ക എന്ന് തന്നെയാണ്. ഇറാന് നേർക്ക് അമേരിക്ക ആക്രമണം നടത്തുമെന്ന പ്രസിഡന്റ് ട്രംപിൻ്റെ ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ അങ്ങനെയൊരു യുദ്ധം ഉണ്ടായാൽ അമേരിക്ക എന്തൊക്കെ ആയുധങ്ങളായിരിക്കും പ്രയോഗിക്കുക എന്ന കാര്യം കൂടി ചർച്ചയാവുകയാണ്. ഇസ്രായേലിനെ ഒരു കാര്യത്തിൽ മാത്രമാണ് ഇറാൻ അലട്ടുന്നത്. അവരുടെ ആണവ പോർമുനയായ ഫോർദോ ന്യൂക്ലിയർ സൈറ്റ്, യുറേനിയം സമ്പുഷ്ടീകരണവും ആണവ പരീക്ഷണങ്ങളുടെ രഹസ്യങ്ങളും പേറുന്ന ഭൂമിക്കടിയിലെ ഈ ഉരുക്കു കോട്ടയെ തകർക്കാൻ ഇസ്രായേലിൻ്റെ പക്കൽ ആയുധങ്ങളില്ല. നിലവിൽ അമേരിക്കയുടെ കൈവശമുള്ള ആയുധങ്ങൾക്ക് മാത്രമേ ഈ രഹസ്യ കോട്ടയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. വൻതോതിൽ നാശം വിതച്ചേക്കാവുന്ന അതീവ മാരകമായ ആയുധം അമേരിക്കയുടെ കൈവശമുണ്ട് എന്ന വാർത്ത ഇറാനെ കുറച്ചൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്നറിയപ്പെടുന്ന GBU 57A-B സീരീസുകളിലുള്ള ബോംബുകളാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. 30,000 പൗണ്ട് ഭാരമാണ് ഇതിനുള്ളത്. 200 അടി താഴ്ചയിലുള്ള മണ്ണും കോൺക്രീറ്റും സ്റ്റീലും തകർക്കാൻ ഇതിന് കഴിയും. ചുരുക്കി പറഞ്ഞാൽ ശത്രുരാജ്യത്തിൻ്റെ ഏത് ഭൂഗർഭ തുരങ്കവും തകർത്ത് തരിപ്പണമാക്കാൻ ഇതിന് നിഷ്പ്രയാസം സാധിക്കും. ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്ക പങ്കുചേരണമെന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്ന പ്രധാന കാരണവും ഇതുതന്നെ. മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ ഇനത്തിൽപ്പെട്ട ഈ ബോംബ് കൈവശമുള്ള ഏക രാജ്യം കൂടിയാണ് അമേരിക്ക. കൂടാതെ ഈ ബോംബിൻ്റെ ഭീമാകാരമായ പേലോഡ് വഹിക്കാൻ കഴിയുന്ന യുദ്ധവിമാനങ്ങളും അമേരിക്കയുടെ കൈവശം മാത്രമാണ് ഉള്ളത്. ഇറാൻ്റെ ഫോർദോയിലെ വളരെ ആഴത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ആണവ കേന്ദ്രം തകർക്കാൻ കഴിവുള്ള ഒരേയൊരു ആയുധം ഇത് മാത്രമാണ്. ഇറാൻ്റെ രഹസ്യ യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രമാണ് ഫോർദോ ആണവ സൈറ്റ്. അമേരിക്കയിലെ ചില ഡെമോക്രാറ്റിക് സെനറ്റർമാർ പോലും ഇറാനിൽ ഈ ആയുധം പരീക്ഷിക്കാൻ ട്രംപിനോട് ആവശ്യപ്പെട്ടതായി വാർത്തകൾ വരുന്നു. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ ഇസ്രായേലിനെ സഹായിക്കുന്നതിനായി B-2 സ്റ്റെൽത്ത് ബോംബറുകളും ബങ്കർ ബസ്റ്ററുകളും വിന്യസിക്കണമെന്നാണ് ഇവർ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ കൈവശമുള്ള ഏറ്റവും വലിയ ആണവ ഇതര ബോംബാണ് GBU 57A-B എന്നാണ് അറിയപ്പെടുന്നത്. വളരെ കട്ടിയുള്ള കോൺക്രീറ്റ് ബങ്കറുകളിലും തുരങ്കങ്ങളിലും തുളച്ചു കയറാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ബോംബ് പർവ്വതങ്ങൾക്കിടയിൽ ആഴത്തിൽ നിർമ്മിച്ചതും മീറ്ററുകൾ നീളത്തിൽ ഉരുക്കും പാറയും ഉപയോഗിച്ച് ശക്തിപ്പെടുത്തിയതുമായ ഇറാൻ്റെ ശക്തമായ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളെ തകർക്കുന്നതിനായി ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ്. പ്രിസിഷൻ ഗൈഡഡ് ബോംബാണ് ഇത്. പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് ഉപരിതലത്തിൽ നിന്ന് 200 അടി ആഴത്തിൽ വരെ തുളച്ചു കയറാൻ ഇതിന് കഴിയും എന്നാണ് കരുതപ്പെടുന്നത്. ഈ ബോംബുകൾ തുടർച്ചയായി ഇടാം. ഓരോ സ്ഫോടനത്തിലും കൂടുതൽ ആഴത്തിൽ ഫലപ്രദമായി തുറക്കാനും സാധിക്കും. ഇറാൻ്റെ രണ്ടാമത്തെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് ഫോർദോ. ടെഹ്റാനിൽ നിന്ന് 60 മൈൽ തെക്ക് പടിഞ്ഞാറായി കോം നഗരത്തിനടുത്തുള്ള ഒരു പർവ്വതത്തിനുള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിക്കടിയിൽ 260 അടി താഴ്ചയിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ നിരവധി ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിലും പർവ്വതത്തിനടിയിൽ ആഴത്തിൽ നിർമ്മിച്ചിരിക്കുന്നതും വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ പറ്റും വിധത്തിൽ നിർമ്മിച്ചതുമായ ഫോർഡോ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് തകർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. 200 അടി ഉയരമുള്ള പാറ വരെ തുളയ്ക്കാൻ കഴിവുള്ള 14 ടൺ ഭാരമുള്ള MOPക്ക് മാത്രമേ അതിനെ നശിപ്പിക്കാൻ കഴിയൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഏകദേശം 14,000 കിലോഗ്രാം ഭാരമുള്ള അത്യാധുനിക ബോംബാണ് MOP അഥവാ മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ. 200 അടിയോളം ആഴത്തിൽ പാറകൾ തുളങ്ങിയിറങ്ങി ഉള്ളിൽ ചേർന്ന് സ്ഫോടനം നടത്തുന്ന ബോംബാണിത്. നിലവിൽ US-നും റഷ്യയ്ക്കുമൊക്കെ ഇത്തരം ബോംബുകളുണ്ട്. GBU 57A-B എന്ന കോഡ് നാമത്തിൽ US സൈന്യത്തിനുള്ളിൽ അറിയപ്പെടുന്ന ബോംബാണ് MOP. ആണവായുധമല്ലാത്ത ഏറ്റവും മാരകമായ ബോംബുകളിലൊന്നാണ് ഇത്. ഭൂഗർഭ ബങ്കറുകളും ആണവ കേന്ദ്രങ്ങളുമൊക്കെ അതിശക്തമായ കോൺക്രീറ്റ് നിർമ്മിതികളാണ്. സാധാരണ ബോംബുകൾക്ക് ഇവയെ തുളങ്ങിയിറങ്ങി സ്ഫോടനം നടത്താനാകില്ല. ഈ പരിമിതിയെ മറികടക്കുന്നതാണ് MOPയുടെ ശേഷി. ഉരുക്കുൾപ്പെടുന്ന ലോഹ സംയുക്തത്തിലാണ് ഈ ബോംബിൻ്റെ പുറം കവചം നിർമ്മിച്ചിരിക്കുന്നത്. ബലമേറിയ അതിശക്തമായ കോൺക്രീറ്റ് നിർമ്മിതികളെയും പാറകളെയും തുളങ്ങിറങ്ങുന്നതിന് ബോംബിനെ സഹായിക്കുന്നതാണ് ഈ പുറം കവചം. ഈ ബോംബിനുള്ളിൽ 2400 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ഉള്ളത്.
നിർമ്മിതികളെ തുളങ്ങിയിറങ്ങി ഉള്ളിൽ ചെന്നതിന് ശേഷം മാത്രമേ ഇത് പൊട്ടിത്തെറിക്കുകയുള്ളൂ. ഉള്ളിലെ എല്ലാ സംവിധാനങ്ങൾക്കും പരമാവധി നാശമുണ്ടാക്കുക എന്നതാണ് ഈ ആയുധത്തിൻ്റെ ഉപയോഗം. GPS-ഉം ഇനേർഷ്യൽ നാവിഗേഷൻ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് ബോംബ് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. കൃത്യമായ ലക്ഷ്യത്തെ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അതിനേതാനും മീറ്ററുകൾ മുകളിൽ നിന്ന് താഴേക്ക് അതിവേഗതയിൽ പതിക്കും. തുടർന്ന് എത്ര കടുത്ത പ്രതിരോധത്തെയും മറികടന്ന് ഉള്ളിലേക്ക് തുളങ്ങിറങ്ങും. സാധാരണ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഇതിനെ പ്രയോഗിക്കുക അസാധ്യമാണ്. ഇതിൻ്റെ ഭാരവും നിയന്ത്രണവും ഒക്കെ ഇത്തരം യുദ്ധവിമാനങ്ങൾക്ക് താങ്ങാൻ പോലും സാധിക്കില്ല. US-ൻ്റെ പക്കലുള്ള B-2 സ്പിരിറ്റ് എന്ന ബോംബർ വിമാനങ്ങൾക്ക് മാത്രമേ നിലവിൽ MOP-യെ വഹിക്കാൻ പറ്റുകയുള്ളൂ. B-2 സ്പിരിറ്റിന് പരമാവധി 2 MOP ബോംബുകൾ മാത്രമേ വഹിക്കാൻ സാധിക്കൂ. പാരഷൂട്ട് ഉപയോഗിച്ചാണ് ബോംബിനെ താഴെ ഇറക്കുന്നത്. നദാൻസ് പോലുള്ള ദുർബലമായ കേന്ദ്രങ്ങളെ തകർക്കാൻ ഇസ്രായേലിന് സാധിച്ചേക്കും. അതേസമയം ഫോർഡോ ആണവ നിലയത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. കൂടുതൽ കാര്യക്ഷമമായ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് സഹായിക്കുന്ന നൂതന സെൻട്രിഫ്യൂജുകൾ ഫോർഡോയിലുണ്ട്. ഇങ്ങനെയൊരു ഇടം ഇറാൻ ഒരുക്കിയിട്ടുണ്ട് എന്ന് അമേരിക്ക തന്നെ അറിയുന്നത് 2009-ലാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ സാന്നിധ്യം ഫോർഡോയുടെ സൈനിക പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. റഷ്യയുടെ S-300 പോലുള്ള ശക്തമായ കവചങ്ങളും ഫോർഡോയ്ക്ക് ചുറ്റും കാവലായി ഉണ്ട്. ഇസ്രായേലിന് അത്ര പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയാത്തത്ര ദുർഘടമായ ഇടത്ത് ആഴത്തിൽ ഫോർഡോ പണിത് ഇറാൻ മുൻകരുതലെടുത്തു. അതിനെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ ഒരൊറ്റ പോംവഴി മാത്രമേ ഉള്ളൂ, ഒരു വാക്ക് മാത്രം. അതാണ് ഭൂമിയെ പിളർത്തുന്ന അമേരിക്കയുടെ അഭിമാനായുധമായ ബങ്കർ ബസ്റ്റർ ബോംബുകൾ.